കളി പണം വെച്ചല്ലോ, ചുമ്മാതല്ലേ. എവിടാ കുപ്പിക്കണ്ടോ? അയ്യോ തല്ലല്ലേ, ഇവിടെ ഇല്ലല്ലോ, കല്യാണ വീട്ടിലല്ലേ. എന്നോട് ഇവിടെ ഇല്ല, കല്യാണ വീട്ടില്. നിനക്ക് അറിയില്ല. ഒരു മിനിറ്റ് സാറേ. അയ്യോ ഇല്ല കേട്ടോ, മൂപ്പര് ഇവിടെ ഇല്ല. ഹലോ, എന്താടോ? ആണോ? നോ, അതുകൊണ്ടായില്ല. ഷുവർ? ഓക്കെ. എന്തോന്ന് ഓക്കെ? വല്ലതും നടക്കൂ? അവന്റെ ഗ്യാങ്ങിനെ മൊത്തം പൊക്കിയിട്ടുണ്ട്. ഗ്യാങ് കോപ്പാ. കണ്ണി കരട് പോയ ആസാദത്തിൽ ഊതിയാ മതിയോ? അപ്പച്ചനൊന്ന് അടങ്ങ്. കഴിഞ്ഞ പ്രാവശ്യത്തെ അനുഭവം അവൻ അത്ര പെട്ടെന്നങ്ങ് മറക്കൂ? മറക്കുകയല്ല, അവനൊന്നും മറക്കുകയല്ല. എല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ട് അവൻ എന്റെ നെഞ്ചത്തിങ്ങനെ കേറി ഇറങ്ങി നടക്കുകയല്ലേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ നാട്ടുകാരുടെ മുമ്പില് ഈ തൊമ്മിറ്റൻ തലവനിക്കുന്ന കണക്കിന് അവിടെ ഒരു തരി മണ്ണ് വീണാൽ കാണാം. ഓ, 10 മിനിറ്റ് വണ്ടാടങ്ങിയെങ്കിലും ഇയാളെ ഇങ്ങോട്ട് കെട്ടിയെടുത്തല്ലോ. മോനെ, മോനെ, 4 ഭാവം കണ്ണുണ്ടല്ലോ. അപ്പച്ച സമാധാനായിട്ടിരിക്കെ. അവനല്ല ഒരു മുട്ടുസൂചി പോലും കേറത്തില്ല. ഓ കർത്താവേ, എണ്ണക്കേടൊന്നും വരുത്തല്ലേ. ആരോഗ്യമന്ത്രി സിന്ദാബാദ്. മുജീബിന്റെ വകുപ്പാ തുറച്ചത്. പൊതുമരാമത്തെ റോഡ് അപ്പാടെ കുണ്ടുകുഴിയ. ഇത് എക്സ്പ്രസ് ഹൈവേയിലെ ഒരു പ്രതീക്ഷ. ഇതെന്നതാണോ എന്നെ കൂടാതെ പ്രധാനമന്ത്രി അങ്ങ് വരണ്ട. പോലീസിനെ കൊണ്ട് കണ്ണു കാണാൻ പറ്റില്ല. നന്നായി നന്നായി. അല്ലെങ്കിൽ തന്നെ പ്രതിപക്ഷത്തിലെ വാദം ഞാൻ അറിയത്തില്ല. വന്ന പ്രതിപക്ഷം പോകാൻ പറ. നമസ്കാരം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇരിക്കുക. ഹലോ, സംസാരിച്ച സമയം കളയുന്നില്ല. നമ്മുടെ ആശുപത്രിയുടെ ഉദ്ഘാടനം നിർവഹിക്കാന്നുള്ളതാണല്ലോ ആദ്യത്തെ ചടങ്ങ്. അതിനുവേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രിയെ. അതെ, ഈ കർമ്മം നിർവഹിക്കുന്നതിന് മുമ്പ് ഈശ്വര പ്രാർത്ഥന, സ്വാഗതം പറച്ചിലെന്നൊക്കെ ഉണ്ട്. അതൊക്കെ ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ പോരെ. അപ്പൊ ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയെ ക്ഷണിക്കുകയാണ്. നമസ്കാരം. പ്രിയപ്പെട്ട ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് അഖണ്ഡ ഭാരത വിശ്വാസികളെ, എന്റെ പൊന്ന് സാറുമാരെ രക്ഷിക്കണം. മെഡിക്കൽ കോളേജിൽ നിന്ന് മടക്കിയതാ. പെട്ടെന്ന് ഓപ്പറേറ്റ് ചെയ്തിലേക്ക് മരിച്ചു. ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം ആശുപത്രി പ്രവർത്തിക്കൂ എന്ന് പറയരുത്. ചായക്കടയുടെ ഉദ്ഘാടനം ചായ എടുത്തിട്ടല്ലേ നമ്മൾ നടത്താറ്. ആ സ്ഥിതിക്ക് ആശുപത്രി ഉദ്ഘാടനം ഓപ്പറേഷൻ നടത്തി തുടങ്ങുന്നതല്ലേ ഉചിതം. അരുതെന്ന് പറയരുത്. അങ്ങോട്ട് മാറി നിൽക്കണോ? കയ്യെന്ന് വിട് സാറ്. അവിടെ നിൽക്കാൻ. അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മന്ത്രി സാർ പറ, ഒരു രോഗിയുടെ ജീവനാണ് വലുത്, ഉദ്ഘാടനമാണ്. തന്നോടല്ലേ പറഞ്ഞ ഉദ്ഘാടനം കഴിയട്ടെ. അങ്ങോട്ട് മാറി നിൽക്കണം. എങ്ങനെയാ ഹോസ്പിറ്റലിൽ രോഗികളെ രക്ഷിക്കാനല്ലേ? ആദ്യം രോഗിക്ക് വേണ്ടി സൗകര്യം ചെയ്ത് കൊടുക്കുക. ചടങ്ങല്ലല്ലോ, ജീവനല്ലേ വലുത്. അതെ, സാറിന്റെ കർത്താവ് രക്ഷിക്കും. എടാ പൊന്നുപോലെ, ഈ പൊന്നുപോലത്തെ മന്ത്രി നിന്റെ ജീവൻ രക്ഷിച്ചടാ. പറഞ്ഞു വിടറ അവനെയൊക്കെ. ഓരോ നാശങ്ങൾ കേറി വരും. ഞാൻ മന്ത്രിസാറിനോട് നന്ദി പറയണം. എന്റെ ആഗ്രഹം അവസാനത്തെ ആഗ്രഹമാണ്. അത് അപ്പച്ച സാധിച്ചു.
മന്ത്രി സാറിനോടൊരു അപേക്ഷയുണ്ട്. സാറിന്റെ ഈ വിശാല മനസ്കതയ്ക്ക് എന്റെ മോന് സാറിനോടൊരു നന്ദി വാക്ക് പറയണം. അതിനെ അനുവദിക്കണം. തീർച്ചയായും രോഗിയുടെ ആഗ്രഹമാണ് ഒരു ആരോഗ്യമന്ത്രി ആരോഗ്യം. അതുകൊണ്ട് പെട്ടെന്നായിക്കോട്ടെ. സന്തോഷം. മന്ത്രി ഏ? അയ്യോ നമസ്കാരം. അമ്മോ സൂക്ഷിച്ച്. പിന്നെ കൊടുക്കാം. സ്റ്റെപ്പ് കയറിയില്ലെങ്കിൽ വീഴുക. സൂക്ഷിച്ചു പിടിച്ചോ. ഇത് മന്ത്രി അല്ല, പിടിച്ചോ. അതാണ് മൈക്ക്. നമസ്കാരം. മനസ്സിലാവില്ല. പഴിച്ചേരാ. നമസ്കാരം എല്ലാവർക്കും ഉണ്ട്. മന്ത്രി സാറേ, മാന്യജനങ്ങളെ, അസ്ലാം വലൈക്കും. ഞാൻ ഹംസ, കുപ്പിക്കണ്ട ഹംസ. പന കഴിവറി അലക്സേ, എടാ പൂരം കൊണ്ടോണ്ട് നിൽക്കാൻ പിടിച്ചു പോലീസേട്ടന്മാരെ വേണ്ടാട്ടാ, വേണ്ടെന്നാ പറഞ്ഞേ. ഈ ഉള്ളംകൈയിലിരിക്കുന്ന സാധനേ ഉണ്ടമ്പൊരിക്ക് വാല് മുളച്ചല്ല, പന്നിപ്പടക്ക. 35 ഉറുപ്പ്യന്റെ വില. കത്തിച്ചിട്ട ഓൺ ദ സ്പോട്ടിൽ 350 ആളാ സ്കൂട്ടാവും. ഒരെണ്ണം ടെസ്റ്റ് ചെയ്യണം. വേണ്ട, ഗോണ്ടല്ല പൊല്ലിപ്പിക്കണേ. എന്താ സൗണ്ട്? കുമാരൻ വന്ന വരവാണ്ട. അല്ല, സാധനം ഞണ്ടേ ഇത് കൂടെ ടെസ്റ്റ് ചെയ്യണം. സ്റ്റേജിലേക്ക് അതിലൊരെണ്ണം. വേണ്ട. ആ, അതാണ് മന്ത്രി സാറ് പറഞ്ഞ പിന്നെ ഒരാണ്ടൊക്കെ അങ്ങോട്ട് മുന്നോട്ടാ പോവില്ല. മന്ത്രി സാറ് ക്ഷമിക്കണട്ടാ. ഈ ഇരിക്കണന്റെ അപ്പച്ചങ്കട്ടിയാ, ആയിരിക്കണന്റെ പെൺകുട്ടിയാ. ഇതൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരാ. ഞങ്ങളൊക്കെ ഒരു ഫാമിലിയാണെന്നേ. ആ സ്ഥിതിക്ക് ഇതിന്റെ ഉദ്ഘാടനം ഞാൻ ചെയ്യണത് ഒരു അഹങ്കാര, ഒരു പുത്രന്റെ ആഗ്രഹല്ലേ? എന്താ തലതിരിക്കണേ? ഈ അപ്പച്ചങ്കരിയോട് ഇന്നലെ ഞാൻ പ്രത്യേകം വിളിച്ചാ പറഞ്ഞതാ, അപ്പച്ച ആശുപത്രി ഉദ്ഘാടനം ഞാൻ നടത്താന്ന്. എന്നിട്ട് ഇപ്പൊ എന്തിട്ടുണ്ടായേ? പിടിപാടുള്ള പർമാണിക്ക് പുലിവാല പിടിക്കണ്ട വന്നില്ലേ? ഇപ്പൊ പുലി പൂരപ്പറമ്പിൽ ഇറങ്ങില്ലേ? പരിപാടി അങ്ങോട്ട് കൊഴുക്കട്ടെ അല്ല അപ്പച്ചങ്കട്ടിയെ? തുമ്പിച്ച മാന്യമ്മനെ വിളിച്ച് ആക്ഷേപിക്കുന്ന അതിലൊക്കെ ഉണ്ട്. അതെ ഞാൻ അത് കണ്ടെടുത്ത് പോയി കള്ളോട്ട് ചെയ്യുമ്പോ ആലോചിക്കണം. ഹലോ, എന്താ അവിടെ സ്വകാര്യം പറച്ചില്ലേ? ഏയ് ഒന്നുമില്ല. ആ, അതാണ്. അപ്പൊ വന്ന കാര്യം പറയാം. ഉദ്ഘാടനം എനിക്കൊരു വീക്ക്നെസ്സാ. ഒരു 5-6 മാസം മുമ്പ് നമ്മുടെ അപ്പച്ചൻ ടൗണിൽ ഒരു സൂപ്പർ സ്റ്റാർ ഹോട്ടലാ കെട്ടിയിരുന്നേ. 5 സ്റ്റാർ. എന്തായാലും തുടങ്ങിട്ട് പറഞ്ഞിട്ട് കാര്യണ്ടാ. അതന്നെ. അപ്പൊ ആ ഹോട്ടലിന്റെ ഉദ്ഘാടനം ഭക്ഷണ മന്ത്രി സാറാണ് ഏറ്റിരുന്നത്. ആ വിവരം അറിഞ്ഞപ്പോ തന്നെ ഞാൻ അപ്പച്ചനോട് വിളിച്ച് പറഞ്ഞതാ, അപ്പച്ച ഉദ്ഘാടനം നടത്തുന്നത് ഞാനാന്ന്. എന്നിട്ട് എന്തുണ്ടായേ? ഉദ്ഘാടനം ഒരു വശത്ത് പൊടിയായിട്ട് നടക്കുമ്പോ നമ്മളെവിടെയാ? ഈ സാറുമാരുടെ ലോക്കപ്പില് ഒറ്റയ്ക്കായിരുന്നില്ലട്ടാ. കൂടെ ഒരു കപ്പിളുണ്ടായിരുന്നു. നമ്മുടെ തോറയിലെ തേവിടിച്ച് പാറു ചുള്ളം കള്ളക്കോലിറങ്ങിയതാ. കഷ്ടകാലം പിടിച്ചവനെ കാരാമ കടിച്ചു എന്ന് പറഞ്ഞ പോലെ ഒരു 6 മാസം ആ പേരിൽ സർക്കാരിന്റെ ചീഫ് ഗസ്റ്റ് ആയിട്ട് കഴിയുന്നുണ്ട് എനിക്ക്. അപ്പൊ ദേ കിടക്കണ അടുത്ത ഉദ്ഘാടനം ഞാൻ വിട്ടോ. മന്ത്രി സാർ എന്നോട് ക്ഷമിക്കണട്ടാ. നിങ്ങക്ക് 1 പോയോ 9 ഉദ്ഘാടനം വേറെ കിട്ടും. നമ്മുടെ കാര്യം അതല്ല. ഇത് കൈവിട്ടാ പിന്നെ പോക്കാ. ആയിക്കോളൂ. ആ, അതാണ് ഭാസ്കരട്ടാ. അപ്പൊ ഇതിൽ ഏതാ കത്തിക്കണ്ട? ഇതാണോ അതാണോ? അതാണ്. എന്റെ മമ്പറത്ത് കൈയടിച്ചോ. ഇത് കണ്ട വെറുതെ ഇട്ടിട്ടിക്ക ഒരു ജാതി ശോഷ്ട പോലീസേട്ടന്റെ. നീയാണ് ഇവന്റെ പുതിയ തന്ത അല്ലടാ. അപ്പോഴേ ഇത് വേണ്ട. ഡളിന്റെ പഞ്ചായത്തല്ല, ഇത് പഞ്ചായത്ത് വേറെയാ. അതുകൊണ്ട് അളിയും കൂടി പോ. നീ എന്നെ പറഞ്ഞയക്കും അല്ലടാ പട്ടി കഴിവറ മോനെ. ചോദിച്ചു വാങ്ങിയ ഹംസ വാരി കോരിയ തരും. വേറെ തെറ്റിടിക്കില്ല അളിയാ. നമുക്ക് നമ്മുടെ കുടുംബ പ്രശ്നം പുറത്തു വെച്ച് തീർക്കാലോ. അതുകൊണ്ട് നാവാട്ട മൂഞ്ചാക്കിയിട്ട് അളിയങ്കടി ഓൺ ദ സ്പോട്ടിൽ സ്കൂട്ട് ചെയ്യാൻ നോക്ക്. നിങ്ങളെന്താ നോക്കിയേക്കണേ?
നമ്മുടെ അപ്പച്ചങ്ങട്ടിരുന്ന് കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ ജോലി കൃത്യമായിട്ട് ചെയ്യണം. അപ്പൊ പണി നടക്കട്ടെ. ഭാസ്കേട്ടാ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണട്ടാ. ഒരു ജാതി ഷോസ്റ്റ. ഞാൻ ഹംസയും കൂട്ടുകാരനെയും ജാമ്യത്തിലിറക്കാൻ വന്നതാ. നിങ്ങൾക്ക് നാണല്ലേ ഇതുപോലുള്ള പന്ന തെണ്ടികൾക്ക് വേണ്ടി സ്റ്റേഷനിൽ കയറി ഇറങ്ങാൻ? ഇവരൊക്കെ നിങ്ങളുടെ ആരാ? ഇവരല്ലേ നമുക്ക് ജോലി ഉണ്ടാക്കി തരുന്നത്. അതുകൊണ്ടല്ലേ നമ്മൾ കഞ്ഞുടിച്ചു പോകുന്നത്. മതി, നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ദാ, ഇതിലുണ്ട് അതിന് ഉത്തരം. ഇറങ്ങ. ഓ സമാധാനം. അപ്പൊ മിണ്ടാട്ടുണ്ട്. ഞാൻ കരുതി സ്റ്റേഷനിൽ വന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലും 2 റൗണ്ടാ കസറിയപ്പോ നമ്മടെ വക്കീല് ഊമപ്പണ്ണായി പോയോന്ന്. ഇവിടെ കലക്കിട്ടാ 5 മിനിറ്റ് കൊണ്ടല്ല 2 കൊണാതരന്മാര് സ്കൂട്ടാക്കിയത്. എനിക്ക് മനസ്സിലായി നമ്മടെ ഒരു പിൻബലത്തിലെ കളിച്ചെന്ന്. എന്തായാലും ഈ വകയില് കോയക്കാന്റെ കടയിൽ നിന്ന് ഒരു സ്പെഷ്യൽ കോഴി ബിരിയാണി ഉണ്ട്. നമ്മടെ വക വക്കീൽ ഫീസായിട്ട് കൂട്ടിക്കൊന്നേ. സുഖിപ്പിക്കല്ലേ. ലൈല നിയമം പഠിച്ചിട്ടാ ഈ ഏർപ്പാടിന് ഇറങ്ങിയത്. അല്ലാതെ ആരുടെയും പിൻബലം കണ്ടിട്ടല്ല. പറ്റിയ ഒരാള് കാണാൻ കരിങ്കൊരങ്ങിനെ പോലെയുണ്ട് കോലം. അതിനുത്തരവാദി ഞാനല്ല. പിന്നെ ഇപ്പോ എല്ലാരും ഇതുപോലെ വെള്ളപ്പാറ്റിയാവോ? വെള്ളപ്പാറ്റം എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. വാ, ശരിയാക്കി തരാം ഞാൻ. അത് ശരിയാവില്ല. ദേ, എന്റെ വായ കിടക്കുന്ന കേൾക്കാൻ നിൽക്കാതെ കയറി വരുന്നുണ്ടോ? അതിപ്പോ ഇതിനൊക്കെ നല്ല ലോക്കപ്പായിരുന്നു. വന്നല്ല ഗടികള്. ഓ, ഹംസാനെ സമ്മതിച്ചിരിക്കുന്നു. ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് കരുതല്ല. പുണ്യം കിട്ടും. പുണ്യം ചേട്ടനെടുത്തിട്ടേ എനിക്ക് ആ പണം തന്നാ മതി. ഈ വക ഇടപാട് നടത്തുമ്പോ തിരിച്ചടയ്ക്കാൻ പറ്റണ പാർട്ടിയാണോ എന്ന് ആലോചിച്ചിട്ട് ചെയ്യാൻ പറ സേട്ടനോട്. ഇല്ലെങ്കിലേ എനിക്ക് പണിയാവും. എന്നാ വിട്ടോ. ആ പിന്നെ ടോപ്പ് ഗിയറിൽ പോയാ മതിട്ടാ. സെക്കൻഡ് ഗിയറിന് ശേഖലം സ്ലിപ്പാ. ഏമാനെത്തിയ ഇതാണ് ഈ പോലീസുകാർക്കുള്ള ഏറ്റവും വലിയ കുഴപ്പം. എവിടെ നേരത്തെ എത്തണോ അവിടെ നേരം വൈകെത്തും. എവിടെ നേരം വൈകെത്തണോ അവിടെ നേരത്തെ എത്തും. ഭാസ്കരേട്ടാ, സാറിനൊരു ചായട്ടാ. ഈ കട്ടയിൽ ഉറുമ്പായിരിക്കുന്ന ചരിത്രം ഉണ്ടോടാ? എന്റെ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റ് തന്നെ കയറി ഇരിക്കും അല്ലടാ. ഒരു ജാതി ഷോസ്റ്റാ വെറുതെ ഇട്ടിട്ടിക്ക. എന്റെ പൊന്നു പോലീസാരാ, കയ്യിലുള്ള കാശിനെ കിട്ടണ വണ്ടി മേടിച്ച് പറ്റണ പത്രാസ് കാണിച്ചാ പോരെ. എന്നിട്ട് ഇപ്പൊ എന്തിട്ടുണ്ടായേ? പെണ്ണും പിള്ളക്ക് ഓട്ടോറിക്ഷ വിളിച്ച് വീട്ടിൽ പോണ്ട ഗതികേട് വന്നില്ലേ? ഇതിപ്പോ ഹംസയുടെ പണിയാ. അതുകൊണ്ട് സാർ ആ താക്കോല് കൊടുത്തേന്. ഇതിന്റെ അർത്ഥം എന്താ? സാർ ആ താക്കോല് തിരിച്ചു തരില്ല എന്നല്ലേ? സാറ് യൂണിഫോം അഴിക്ക. എനിക്കാണെങ്കിൽ വർക്കിംഗ് ഡ്രസ് ഇല്ല, തല്ലാൻ അറിയില്ല. ഭാസ്കേട്ടാ, എന്റെ വർക്കിംഗ് ഡ്രസ് എടുത്ത്. അതെ, ആചാര്യ വീട്ടിൽ 2ാം സൽക്കാരത്തിനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് കൊടുക്കേണ്ടതാ. അത് മറക്കരുത്. അതെത്ര മണിക്കാ പരിപാടി? 5 മണിക്ക്. ഇതിപ്പോ തീർക്കില്ലേ? 5 മിനിറ്റ് പരിപാടിയിലുള്ളൂ. എന്റെ പൊന്നു സാറേ, വേഗം തീർക്കണേട്ടാ. തീർക്കടാ, പെട്ടെന്ന് തീർത്തിടാ. അടിപൊളി. ഇപ്പൊ സാറ് 2 പെരുക്കി. ഇനി ഞാൻ ഒന്നങ്ങോട്ട് പെരുക്കട്ടെ. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ടോസ് ഇടാം. എന്ത് ചൂടാ? ആരാടാ ബാറ്റിംഗ്? ഒരു മിനിറ്റ്. അത്തള പിത്തള തവളാച്ചി ചുക്കുമറിക്കണ ചൂളാപ്പി മറിയം വന്ന് വിളക്കൂതി ഗുഡ് മണി സാറ. സാറിന്റെ ബാറ്റിംഗാ. സാറിന്റെ ബാറ്റിംഗാ. ഞാൻ ഒന്നങ്ങോട്ട് പെരുക്കാൻ പോവാ. ആശാനെ, ഇവിടെ അല്ല ആശാനെ, അത് അവിടെ. 2 മിനിറ്റ് ബാക്കിയുണ്ട്. കുറച്ച് ഡയലോഗും ഉണ്ട്. 10 മാസം ഉമ്മാന്റെ പള്ളയെ കിടന്നപ്പോ മറുപടി ഇല്ലാത്ത തല്ല് ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഹംസക്ക്. പക്ഷെ പടച്ചോന്റെ ദുനിയാവിലേക്ക് കാല് വെച്ച പിന്നെ
കിട്ടിയിട്ടുണ്ടോ അതിന്റെ പലിശയും പലിശയുടെ കൂട്ടപ്പലിശയും കൂട്ടി കൊടുത്തിട്ടുണ്ട്. അത് പോലീസല്ല, ഏത് പൂമോനായാലും കണക്കാ. ഇപ്പൊ സ്കൂട്ടായല്ലോ, ഇനി പോലീസ് ചേട്ടൻ പോ. ഇത് സാറിന്റെ ഇനി ഒരു സ്ട്രോങ് ചായ തന്നെ ആവാട്ടാ, ചൂടോടുകൂടി.